ഞാനൊരു ഷോപ്പ് പരിചയപ്പെടുത്താൻ പോവാണ് ഇന്നത്തെ വീഡിയോയിൽ. എസ് ബി പെയിന്റ്സ് പെയിന്റിംഗ് സർവീസസ്. ഇത് പൂവച്ചൽ ആലമുക്കിലാണ്. ശരിക്കും ലൊക്കേഷൻ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയ്ക്കടുത്തുള്ള പൂവച്ചലിന് തൊട്ടടുത്തുള്ള ആലമുക്ക് ജംഗ്ഷനിലാണ് എസ് ബി പെയിന്റ്സ് ആൻഡ് പെയിന്റിംഗ് സർവീസസ് എന്ന സ്ഥാപനം ഉള്ളത്. നമുക്ക് എല്ലാ വിശദാംശങ്ങളും നമുക്ക് അകത്ത് കയറി കാണാം. ഷോപ്പിലോട്ട് പോവാം. വന്നാലും തുടങ്ങി വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ ജനമനസ്സുകളിൽ ചേക്കേറിയ സ്ഥാപനം. മേൽത്തരം കമ്പനികളുടെ പെയിന്റുകളും പെയിന്റിംഗ് സർവീസും ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ പെയിന്റിംഗ് വർക്കിന് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു എന്ന് മാത്രമല്ല, പെയിന്റേഴ്സിന്റെ സേവനം ആവശ്യമുള്ളവർക്കും ബന്ധപ്പെടാം. ഹോം ഡെലിവറി, സൈറ്റ് ഡെലിവറി തികച്ചും സൗജന്യമായ ഈ സ്ഥാപനം ബോച്ചെ ടീയുടെ അംഗീകൃത ഡീലർ കൂടിയാണ്. പെയിന്റുമായും പെയിന്റിംഗ് വർക്കുമായും ബന്ധപ്പെട്ട് കസ്റ്റമേഴ്സിനുണ്ടാകുന്ന എല്ലാവിധ സംശയങ്ങളും ഒരു ഫോൺ കോളിൽ തന്നെ വ്യക്തവും കൃത്യവുമായ മറുപടി ലഭിക്കുന്നതിനാൽ കസ്റ്റമേഴ്സും സ്ഥാപനവുമായുള്ള ആത്മബന്ധം അനുദിനം വർദ്ധിച്ചു വരുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. നല്ല ഇടപെടലിലൂടെ, നല്ല സർവീസിംഗിലൂടെ പൂവച്ചലിനെ വർണ്ണാഭമാക്കിക്കൊണ്ട് എസ് ബി പെയിന്റ്സ് ജൈത്രയാത്ര തുടരുന്നു. ഇതിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മുടെ ബോബി ചുമണ്ടൊരു ബോച്ചേറ്റി നമുക്കിവിടെ സെയിലുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിതിനകത്ത് 25 കോടി മുതൽ 10 ലക്ഷം മുതൽ 100 രൂപ മുതൽ 10 ലക്ഷം ഡെയിലി സമ്മാനമുണ്ട്. ഒരു കൂപ്പൺ നമുക്ക് എന്ന് വെച്ചാൽ ഒരു തേയിലപ്പൊടി 10 രൂപ വരെ ഉള്ളൂ. ഒരു തേയിലപ്പൊടി വാങ്ങാത്തൊരു കൂപ്പൺ ഉണ്ട്. ആ കൂപ്പൺ നറുക്കെടുപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം മുതൽ 100 മുതൽ 10 ലക്ഷം വരെ സമ്മാനം, പിന്നെ അധികം ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ബോച്ചേറ്റിയുടെ നമ്മൾ ഈ പെയിന്റ് ഷോപ്പിനോടൊന്ന് സെയിൽ ചെയ്യുന്നുണ്ട്.
ശരി ശരി, ഓക്കെ ഓക്കെ. 500 ഗ്രാം അര കിലോ പാക്കറ്റ്. പാക്കറ്റ്, അര കിലോ 155 രൂപ വരും. ശരി ശരി. ഇനി അപ്പൊ നമ്മളെ ഈ സ്ഥാപനം എല്ലാ ദിവസവും പ്രവർത്തിക്കുകയാണ് അല്ലേ? എല്ലാ ദിവസവും പ്രവർത്തിക്കും. നമുക്കെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ 8 മണി മുതൽ രാത്രി 8 മണിയോളം ടൈം. പക്ഷെ നമുക്ക് ഒരു കസ്റ്റമർ വീട് പണിയുമ്പോൾ എന്തെങ്കിലും ആവശ്യമുള്ള രാത്രി വെച്ചപ്പോൾ നമ്മൾ സാധനം എടുത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഒരു കസ്റ്റമറിന്റെ വീടിന്റെ പണി പെൻഡിങ് വരത്തില്ല. കാരണം നമ്മൾ അത്രയും കറക്റ്റ് ആയിട്ട് സാധനം അവർക്ക് സപ്ലൈ ചെയ്യും. അതിന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്ററിലൊക്കെ എല്ലാവരും ഒരു ചെറിയ പ്രോഡക്റ്റ് വെച്ചാൽ നമ്മൾ സാധനം സൈറ്റിലാണ്. അപ്പം ഡെലിവറി ഫ്രീ ഡെലിവറിയാണ്. നമുക്ക് പോലും ഡെലിവറി ചാർജ് ഈടാക്കുന്നില്ല. അത്രയും പെർഫെക്ഷൻ ആയിട്ട് സാധനം കൊടുക്കുന്നുണ്ട്. അതെ. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ നോർമൽ ഒരു പെയിന്റ് കമ്പനിക്കാരെന്ന് വെച്ചാൽ അവരെ പ്രോഡക്റ്റ് എടുത്താൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അവർ ഗ്യാരണ്ടി കൊടുക്കാറുള്ളത്. പക്ഷെ നമ്മളെ ഷോപ്പിൽ നിന്ന് ആര് എന്ത് പ്രോഡക്റ്റ് എടുത്താൽ നമ്മൾ 100% അവർക്ക് ഗ്യാരണ്ടി കൊടുക്കും. അത്രയും വിശ്വാസത്തോട് 100% വിശ്വാസത്തോടും ഗ്യാരണ്ടിയോട് മാത്രം നമ്മൾ സാധനം സെയിൽ ചെയ്യത്തുള്ളൂ. നമുക്ക് അത്രയും വിശ്വാസമുണ്ട്. ഞാൻ ഒരു 10-25 വർഷം കൊണ്ട് പെയിന്റിംഗ് ഫീൽഡിൽ നിന്നൊരു വ്യക്തിയാണ്. ഞാൻ പെയിന്റ് വർക്ക് പഠിച്ച് അതിനുശേഷമാണ് പെയിന്റ് മേഖലയിലോട്ട് ഇറങ്ങിയത്. അപ്പം നമ്മളൊരു സാധാരണ ഒരു കസ്റ്റമർ ഒരു വീട് വയ്ക്കുമ്പോൾ സാധാരണ എനിക്ക് അറിയാൻ പറ്റും, ഒരു സാധാരണ ആൾക്കാർ വീട് വയ്ക്കുമ്പോഴത്തേക്ക് സാധാരണ അവരെ ലാസ്റ്റ് ഘട്ടം വരയ്ക്കും. അവരെ പൈസ മൊത്തം കഴിഞ്ഞ് വളരെ ദയനീയമായ അവസ്ഥയിൽ വീട് വയ്ക്കും. അപ്പോൾ അവരുടെ സാഹചര്യം അനുസരിച്ച് എനിക്ക് പെയിന്റ് കൊടുക്കാൻ പറ്റും. പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പെയിന്റ് ചെയ്തും കൊടുക്കുന്നുണ്ട്. വളരെ റേറ്റ് കുറച്ച് പെയിന്റ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ മാക്സിമം റേറ്റ് കുറഞ്ഞതിന് മാക്സിമം നമ്മളതിൽ ഒരു ലാഭം എടുത്തില്ല. വളരെ ചെറിയൊരു തുച്ഛമായ ഒരു നമ്മളതിന്റെ വാടകയും എനിക്ക് നോക്കി മാത്രം ചെറിയൊരു ലാഭം എടുത്ത് മാക്സിമം വില കൊടുത്ത സാധനം കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് എല്ലാം ഇവിടെ എത്ര ദൂരം നമ്മൾ ഫ്രീ ഡെലിവറി ആയിട്ട് നമുക്ക് ഒരു കോസ്റ്റും നമ്മുടെ ഈ ഡെലിവറി ചാർജ് ഇല്ലാത്ത രീതിയിൽ സാധനം സൈറ്റ് എടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കമ്പനിയുടെ പ്രോഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഒരു ടെക്സ്ചർ ഡിസൈൻ വർക്കുകളാണ് മെയിൻ കോൺസെൻട്രേഷൻ. നമുക്ക് എന്തെങ്കിലും വർക്ക് ടെക്സ്ചർ ഡിസൈൻ വർക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് സൈറ്റിൽ പോയി വളരെ റേറ്റ് കുറച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ പെയിന്റിംഗ് വർക്കുകളും നല്ല ന്യായമായ രീതിയിൽ തന്നെ നമുക്ക് നല്ല റേറ്റ് കുറച്ച് അവർക്ക് നമ്മൾ കസ്റ്റമറിന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കച്ചവടം നടത്തുക, കുറച്ച് ലാഭം മാത്രം എടുത്തുണ്ട്, വളരെ കുറച്ച് മാത്രം ലാഭം എടുത്തുകൊണ്ട് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കച്ചവടം നടത്തുക. അതാണ് ഉടമ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ഒരു വീട് പണിയും മുടങ്ങരുത് എന്നുള്ള നിർബന്ധം അദ്ദേഹത്തിനുണ്ട്. ഏത് രാത്രി. അതുപോലെ നമുക്കിപ്പം വളരെ റേറ്റ് കുറച്ച് ഒരു നിവർത്തിയില്ലാത്ത സാധാരണ കസ്റ്റമർ ഉണ്ട്. നമുക്ക് അവർക്ക് എക്സ്റ്റീരിയർ പ്രൈമർ നമുക്ക് 1600 മുതൽ കൊടുക്കാൻ പറ്റും. സാധാരണ നോർമൽ എല്ലായിടത്തും 2500 2200 ഉണ്ട്. നമുക്ക് 1600 മുതൽ എക്സ്റ്റീരിയർ പ്രൈമർ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്റ്റീരിയർ റിമർഷൻ നമുക്ക് അത് അവർക്ക് 2300 മുതൽ കൊടുക്കാൻ പറ്റും. അത്രയും റേറ്റ് കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. 1 ലിറ്റർ പ്രൈമർ നമുക്ക് 120 110 റേഞ്ചിന് നമുക്ക് ഒരു കസ്റ്റമറിന് സാധനം കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ കസ്റ്റമറിന് നമ്മൾ അവരത്രയും ദാരിദ്ര്യത്തിലാണ് ലാസ്റ്റ് ഘട്ടത്തിലാണ് പെയിന്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് മാക്സിമം നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം വില കുറച്ച് ചെയ്യുന്ന സാധനം സൈറ്റിൽ അതും സൈറ്റിൽ അവർ കൊടുക്കും. നമ്മൾ വിളിച്ച് പറഞ്ഞാൽ മതി, നമ്മൾ സാധനം സൈറ്റിൽ കൊടുക്കും. അതുപോലെ എത്ര രാത്രി ആയിരിക്കും നമുക്ക് അവർക്ക് ഒരു കാരണവശാൽ അവർ സാധനം നമ്മൾ കൊടുക്കാതിരിക്കത്തില്ല. നമ്മൾ ആ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ ആ സാധനം അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. അത്രയും സുരക്ഷിതമായിട്ട് അത്രയും ഗ്യാരണ്ടിയോടും ക്വാളിറ്റിയോടും മാത്രം നമ്മൾ ഈ ഇവിടെ നിന്ന് സെയിൽ നമ്മൾ സപ്ലൈ ചെയ്യത്തുള്ളൂ. അത്രയും വിശ്വസിക്കാം നിങ്ങൾക്ക്. ഇതുകൊണ്ടാണ് സാധാരണ ഇവിടെ തിരക്ക് വരുന്നത്. SB പെയിന്റ്സിൽ എല്ലാവരും പറയുന്നത് തിരക്കാണ്. സംഭവം ശരിയാണ്. കാരണം വെച്ചാല് കാരണം ഇതാണ് കാരണം. എല്ലാവരുടെ അവസ്ഥ മനസ്സിലാക്കുന്നു. അതിനാണ് ഏറ്റവും പ്രധാനം. എല്ലാവരുടെ അവസ്ഥ മനസ്സിലാക്കി അതേമാതിരി ഒരു വീട് പണിയും മുടങ്ങരുത് എന്നുള്ള നിർബന്ധത്തിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചോദിച്ചറിയാം. അതുപോലെ തന്നെ ഞായറാഴ്ച അത്യാവശ്യം വെച്ചും സാധനം എടുത്തോളും. ഇപ്പൊ സാധാരണ ഞായറാഴ്ച തുറക്കത്തില്ല. ഇപ്പൊ നമ്മൾ തിരക്കാരണത് ഞായറാഴ്ച വീണ്ടും തുറന്നു തുടങ്ങി. ഇപ്പൊ ഞായറാഴ്ച നമ്മൾ എന്ത് ചെയ്യും, അത്യാവശ്യം സെയിൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കസ്റ്റമർ നമ്മുടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ തന്നെ വരും. കാരണം നമ്മൾ ആ ഒരു ഇടപെടലും കാര്യങ്ങളും എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വിളിച്ചു പറഞ്ഞാൽ ആ സ്പോട്ട് നമ്മുടെ സൈറ്റിൽ എത്തുന്ന സാധനം നമ്മളെ സൈറ്റിൽ എത്തി ഞാൻ തന്നെ നേരിട്ട് പോയി അവിടെ സൈറ്റൊക്കെ വെരിഫൈ ചെയ്ത് എന്താണ് പ്രശ്നം അത് നമ്മൾ പരിഹരിച്ചു കൊടുക്കും. അത്രയ്ക്കും ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ മാക്സിമം എനിക്ക് പറയാവുന്നത് മാക്സിമം നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സാധനം എടുക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഒരു കാരണം വെച്ചാൽ നമ്മുടെ കടയിൽ നിന്ന് സാധനം എടുക്കുന്നത് നഷ്ടം വരത്തില്ല. 100% ഉറപ്പാണ്, 100% ഗ്യാരണ്ടിയാണ്. ഒരു കാരണത്തിൽ നിങ്ങൾ നഷ്ടം വരത്തില്ല. നിങ്ങൾക്ക് മാക്സിമം എവിടെ നിന്ന് എടുക്കാനും വില കുറച്ച് സാധനം തരാൻ പറ്റും. അത്രയും ക്വാളിറ്റിയിൽ നമുക്ക് സാധനം തരാൻ പറ്റും. അത്രയും ഗ്യാരണ്ടി എനിക്ക് തരാൻ പറ്റും നിങ്ങൾക്ക്. ഇതാണ് SB പെയിന്റ്സ്. ഇതിന്റെ ശരിക്കും ലൊക്കേഷൻ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയ്ക്ക് അടുത്ത് പൂവച്ചൽ അടുത്ത് ആലമുക്ക് ജംഗ്ഷനിലാണ്. ഏതൊക്കെ ഐറ്റംസ് ശരിക്കും പറഞ്ഞാൽ പ്രധാനമായിട്ട് നമുക്ക് ഉള്ള ഐറ്റംസ്? ഇവിടെ നമുക്ക് മെയിനായിട്ട് ഏഷ്യൻ ചെയ്യുന്നുണ്ട്, അതുപോലെ ബെർത്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിഗോ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡൂലക്സ് ചെയ്യുന്നുണ്ട്, SD ചെയ്യുന്നുണ്ട്, നമ്മുടെ ട്രൂക്കോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി നമ്മുടെ മെയിനായിട്ട് ചെയ്യുന്ന NC ആണ്. NC എന്ന ബ്രാൻഡിന്റെ വാട്ടർ ബ്രാൻഡാണ്. അത് ചെയ്യുന്നുണ്ട്. ടർബോളക്സ് എന്ന ഒരു കമ്പനി ചെയ്യുന്നുണ്ട്. ലൈക്കോണ്ട് എന്ന കമ്പനി ഒരു 10, 15, 20ഓളം കമ്പനി നമ്മൾ MRF ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു 10, 20 കമ്പനി നമ്മൾ ചെയ്യുന്നുണ്ട്. അവർക്ക് ഏത് ക്വാളിറ്റി അവരെ ബഡ്ജറ്റ് അനുസരിച്ച് അവർക്ക് ഏത് രീതിയിൽ എത്ര വർഷം അവർക്ക് അവരെ എമൗണ്ട് അതനുസരിച്ചുള്ള ക്വാളിറ്റി സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു കാരണം വെച്ചാൽ നമുക്ക് അവർക്ക്
അവർക്ക് എമൗണ്ട് കൂടിപ്പോയി പറയുന്നത് അത്രയും ലോ ബഡ്ജറ്റിലുണ്ട്. അഥവാ സാമ്പത്തികം അത്രയും ഹൈ ക്വാളിറ്റി സാധനം കൊടുക്കുന്നുണ്ട്. നമുക്ക് അത്രയ്ക്കും അവർ എമൗണ്ട് അനുസരിച്ച് സാധനം കൊടുക്കാൻ പറ്റും. എല്ലാ ബ്രാൻഡും നമ്മൾ ചെയ്യുന്നുണ്ട്, ഏകദേശം എല്ലാ ബ്രാൻഡിലും ചെയ്യുന്നുണ്ട്. മാത്രമല്ല കസ്റ്റമർ ഇസ് ദ കിങ്. അതാണ് എസ് ബി പെയിന്റ്സ്. ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് അത് തന്നെയാണ്. വരുന്ന കസ്റ്റമറെ തൃപ്തിപ്പെടുത്തുക. കസ്റ്റമർ ഇസ് ദ കിങ്. അതാണ് എസ് ബി പെയിന്റ്സ്. ഇത് 100 ഗ്രാമാണ്, ഇത് 500 ഗ്രാമാണ്. ഈ മാസ്കിന്റെ അകത്തൊക്കെ പല ടൈപ്പ് ഉണ്ടല്ലേ? ശരിക്കും ഇതൊരു ടൈപ്പാണ്. നീക്കത് വലുതാണ്, വലിയ ടൈപ്പാണ്. പിന്നെ പെയിന്റേഴ്സിന് ആവശ്യം എല്ലാ സാധനവും അവർക്കൊന്നും കുറവായിരുന്നു. എപ്പോൾ വന്നാലും അവർക്ക് എന്ത് സാധനത്തിന് കൂടെ കൊടുക്കുന്നുണ്ട്. സാധനം വലിയ കുറവായിട്ട് വരത്തില്ല. നമ്മള് അത്രയും നോക്കിയ കാര്യം വെച്ചിരിക്കുന്നത് 100% ഉറപ്പാണ്. അത് പോയി പെയിന്റിംഗ് ശരിക്കും പെയിന്റേഴ്സിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അതെ. നമുക്ക് അതുപോലെ നമുക്ക് ഒരു 9,500 വരുന്ന ആ ഒരു ക്വാളിറ്റി അൾട്ടിമേറ്റ് ഒക്കെ നമുക്ക് ഒരു 6,500 റേഞ്ചിനാണ് കൊടുക്കാൻ പറ്റും കസ്റ്റമർ. അത്രയും റേറ്റ് കുറച്ചാവും. നമ്മൾ അതിനകത്ത് ഒരു 2% 1% ലാഭം മാത്രമേ, വലിയ പ്രോഫിറ്റ് നോക്കുന്നില്ല. തുച്ഛമായ ലാഭം എടുത്തുകൊണ്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതെ, അതുകൊണ്ട് അകലെ നിന്ന് പോലും ആളുകൾ വരുന്നുണ്ട്. അതെ. ശരിക്കും ഇവിടെ വരുന്ന വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അകലെ നിന്നും ഈ കാരണം കൊണ്ടാണ് ആളുകൾ അധികം പേര് ഇങ്ങോട്ട് വരുന്നത്. കൂടുതലും സെയിൽ കൂടുതലും ലോങ് ആണ്. ഞാൻ ഇവിടെ രാവിലെ ഫുള്ള് യാത്ര ചെയ്യും. സൈറ്റിൽ സാധനം കൊടുക്കാനാണ് പോകുന്നത്. എല്ലാവർക്കും ലോങ് അടുത്തുള്ളതിനെ കൂടുതൽ ലോങ് ആണ് എനിക്ക് പോകുന്നത്. സാധനം ഇച്ചിരി ദൂരം ഒരു 5-6 കിലോമീറ്റർ അകലെ എനിക്ക് കൂടുതൽ സാധനം സെയിൽ പോകും. എല്ലാം സൈറ്റിലുള്ള കൊടുക്കുന്നത്. കോൺട്രാക്ടർമാർക്ക് അവർ എല്ലാവരും സാധാരണ റേറ്റ് എടുത്തായിരുന്നു. എല്ലാവരും റേറ്റ് എടുക്കുമ്പോഴും മാക്സിമം റേറ്റ് കുറവെടുത്ത് സാധനം എടുക്കത്തുള്ളൂ. പക്ഷെ റേറ്റ് എടുക്കുമ്പോൾ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് കൂടുതൽ. അവർക്ക് ചിലപ്പം റേറ്റ് എടുക്കുന്നത് ഒന്നായിരിക്കും, കൊടുക്കുന്ന സാധനം മറ്റൊന്നായിരിക്കും. അങ്ങനെ പറ്റിപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റേറ്റ് എടുക്കുന്നത് സൂക്ഷിച്ചെടുക്കുക. നമ്മൾ കൊടുക്കുന്ന റേറ്റ് എടുത്താലും ഇല്ലെങ്കിൽ പോലും നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് സാധനം കൊടുക്കത്തുള്ളൂ. വലിയ പ്രോഫിറ്റ് നമ്മൾ നോക്കുന്നില്ല. ചെറിയ പ്രോഫിറ്റിൽ മാക്സിമം സാധനം അവർക്ക് സപ്ലൈ ചെയ്യുക എന്നൊക്കെ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ച് പെയിന്റ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. വാങ്ങി. ശരിക്കും അതിന്റെ രീതി, കസ്റ്റമേഴ്സിനോടുള്ള ഇവിടെ സ്റ്റാഫുകളുടെ പെരുമാറ്റം, ഇതൊക്കെ എടുത്തു പറയത്തക്കതാണ്. ശരിക്കും നിറഞ്ഞ മനസ്സോടി ഞാൻ ഇവിടുന്ന് പോവുകയാണ്. എനിക്ക് വാങ്ങാനുള്ളത് വാങ്ങി, എങ്കിലും തൃപ്തിയോടെ ഇനിയും ഞാൻ വരും. ഞാൻ എൻ്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ കൂട്ടി വീണ്ടും വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നു. ഓർക്കുക, എസ് ബി പെയിന്റ്സ് ആൻഡ് പെയിന്റിംഗ് സർവീസസ്, ആലമുക്ക്, പൂവച്ചൽ. അപ്പൊ നമ്മൾ കണ്ടതൊക്കെ സത്യമാണെന്ന് അറിയാൻ വേണ്ടി ഒരു ദിവസം ഒന്ന് വന്നു നോക്കണേ. അപ്പൊ നമുക്ക് മനസ്സിലാവും സത്യമാണെന്ന്. എനിക്ക് മനസ്സിലായി. കാരണം ഞാനേ പ്രോഡക്റ്റ് വാങ്ങി, എനിക്കത് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുവഴി പോകുമ്പോ കാപ്പുകാടൊക്കെ പോകുമ്പോഴേ, കാപ്പുകാട് പോകുന്ന വഴിയാണിത്. തിരുവനന്തപുരത്ത് നിന്ന് കാപ്പുകാട്, ആര്യനാട് ഒക്കെ പോകുന്ന വഴിയാണ്. അപ്പോ ആ സമയത്ത് എപ്പോഴെങ്കിലും ഒരു ദിവസം ഒന്ന് ഇറങ്ങി നോക്കണേ. നമ്മൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ബോധ്യമാവും. ഒരിക്കലും വന്നാലേ നമ്മളെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ കൂട്ടി
ഇവിടെ വരാൻ നോക്കും, വീണ്ടും വീണ്ടും വരാൻ നോക്കും. അത്രയ്ക്ക് നല്ല ഇടപെടലാണ്. നല്ല ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ സത്യത്തിൽ വളരെ കുറച്ച് ലാഭം മാത്രമേ ഉടമ എടുക്കുന്നുള്ളൂ. കുറച്ച് സമയം കൊണ്ട് കുറച്ച് മാത്രം ലാഭം എടുത്തുണ്ട് കൂടുതൽ കച്ചവടം നടത്തുക. അതാണ് ഉടമ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ പേര് പറയല്ലേ, SB പെയിന്റ്സ് പെയിന്റിംഗ് സർവീസസ്, പൂവച്ചൽ ആലമുക്ക് ജംഗ്ഷനിൽ. ഈ സ്ഥാപനത്തിന്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പെയിന്റിംഗ് വർക്ക് ആവശ്യമുള്ളവർ, പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ ധൈര്യമായി ബന്ധപ്പെടാം. നിറവിന്റെ കേന്ദ്രം കൂടിയാണ് SB. അപ്പോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഷോപ്പിന്റെ വിശേഷങ്ങളുമായി വരാം. ഓക്കെ.